നമസ്കാരം. ഒന്നാലോചിച്ചു നോക്കൂ, അജേയമായൊരു സാമ്രാജ്യം, ഭീമാകാരമായൊരു സൈന്യം, അതിനെയെല്ലാം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നേരിടുന്നു. അതെ, അങ്ങനൊരു ഗംഭീരമായ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. യൂദിത്തിന്റെ കഥ. അപ്പോ ചോദ്യമിതാണ്, എങ്ങനെയാണ് ഒരു സാധാരണ വിധവയ്ക്ക് അങ്ങനെയൊരു സൈന്യത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്? യൂദിത്തിന്റെ അവിശ്വസനീയമായ ആ കഥ നമുക്കൊന്ന് വിശദമായി നോക്കാം. തന്ത്രവും വിശ്വാസവും അപാരമായ ധൈര്യവും ഒത്തുചേർന്ന ഒരു കഥയാണിത്. എല്ലാം തുടങ്ങുന്നത് അതിശക്തമായ അസീറിയൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. അന്നത്തെ രാജാവ് നെബൂഖദ് നേസർ, അദ്ദേഹത്തിന് വലിയ ദേഷ്യം വന്നു. ചില രാജ്യങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചില്ല. അതിനുള്ള പ്രതികാരമായിട്ട് തന്റെ മുഴുവൻ സൈനിക ശക്തിയെയും ഒന്നടങ്കം ഒരു യുദ്ധത്തിന് അയക്കുകയാണ്. 1,20,000 കാലാൾപ്പട, പിന്നെ 12,000 കുതിരപ്പടയാളികൾ. ഓർക്കണം, ഇതൊരു ഭീമാകാരമായ സൈന്യമാണ്. തന്റെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപൻ ഹോളോഫർണസിന്റെ നേതൃത്വത്തിൽ ഈ സൈന്യത്തെ പടിഞ്ഞാറൻ ദേശങ്ങളിലേക്ക് അയക്കുകയാണ്. പോകുന്ന വഴിയിൽ കാണുന്നതെല്ലാം അവർ നശിപ്പിച്ചു മുന്നേറി. അപ്പോൾ ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. ഹോളോഫർണസിന് കിട്ടിയ നിർദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ആ ദേശത്തുള്ള എല്ലാ ദൈവങ്ങളെയും നശിപ്പിക്കണം. ലോകം മുഴുവൻ നെബൂഖദ്നേസറിനെ മാത്രം ആരാധിക്കണം. ഇതായിരുന്നു ലക്ഷ്യം. അവരുടെ അടുത്ത ലക്ഷ്യമായ ജെറുസലേമിലേക്ക് പോകുന്ന വഴിയിൽ ഒരേയൊരു തടസ്സമേ ഉണ്ടായിരുന്നുള്ളൂ: ബെഥൂലിയ എന്ന ചെറിയ നഗരം. അങ്ങനെ ഹോളോഫർണസിന്റെ ആ വലിയ സൈന്യം ബെഥൂലിയയുടെ പടിവാതിൽക്കലെത്തി. ആ നഗരം കുന്നിൻ മുകളിലായിരുന്നു. നല്ല കോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരിട്ടൊരാക്രമണത്തിന് മുതിരാതെ ഹോളോഫർണസ് അതിലും ക്രൂരമായ, എന്നാൽ വളരെ ഫലപ്രദമായ ഒരു വഴി തെരഞ്ഞെടുത്തു. അയാൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, നഗരത്തിലേക്കുള്ള വെള്ളം വരുന്ന സ്രോതസ്സുകളെല്ലാം പിടിച്ചെടുത്ത് അത് നിർത്തിക്കളഞ്ഞു. ഒന്ന് ഓർത്തു നോക്കൂ, 34 ദിവസത്തോളം ബെത്തൂലിയയിലെ ജനങ്ങൾ വെള്ളം കിട്ടാതെ ഒറ്റപ്പെട്ടു. പതിയെ പതിയെ അവരുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു. അവസ്ഥ വളരെ ദയനീയമായി. ദാഹിച്ചു മരിക്കുന്നതിനേക്കാൾ ഭേദം അവരുടെ അടിമകളാവുന്നതാണെന്ന് വരെ ആളുകൾ പറഞ്ഞു തുടങ്ങി. ദൈവം ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നൊക്കെ വിലപിക്കാൻ തുടങ്ങി. അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നു. ഇത് കേട്ടപ്പോ ആ നഗരത്തിന്റെ തലവനായ ഓസിയാസ് ഒരു പ്രഖ്യാപനം നടത്തി: നമുക്ക് 5 ദിവസം കൂടി കാത്തിരിക്കാം. ഈ 5 ദിവസത്തിനുള്ളിൽ ദൈവം സഹായിച്ചില്ലെങ്കിൽ നമുക്ക് കീഴടങ്ങാം. അതായത് ദൈവത്തിന്റെ സഹായത്തിന് ഒരു ഡെഡ്ലൈൻ വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. 5 ദിവസം. അതിനപ്പുറം അവരുടെ വിശ്വാസത്തിനും ജീവിതത്തിനും ആയുസ്സില്ല. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ കഥാനായികയുടെ രംഗപ്രവേശം. ആ വിധിക്കു മുന്നിൽ തലകുനിക്കാൻ തയ്യാറല്ലാത്ത യൂദിത്ത് എന്ന ധീരയായ ഒരു വിധവ. അവർ മുന്നോട്ടു വരികയാണ്. അപ്പോൾ ആരായിരുന്നു ഈ യൂദിത്ത്? അവരൊരു യോദ്ധാവൊന്നുമായിരുന്നില്ല. നല്ല ദൈവഭക്തിയുള്ള ഒരു വിധവയായിരുന്നു. ആളുകൾക്ക് അവരോട് വലിയ ബഹുമാനമായിരുന്നു. കാരണം അവരുടെ ജ്ഞാനം അത്ര വലുതായിരുന്നു. കാണാൻ അതിസുന്ദരിയും. ഭർത്താവ് മരിച്ച ശേഷം അധികം പുറത്തൊന്നും ഇറങ്ങാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയായിരുന്നു അവർ. നേതാക്കന്മാരുടെ 5 ദിവസത്തെ ഡെഡ്ലൈൻ കേട്ട യൂദിത്ത് അവരെ ചോദ്യം ചെയ്യുകയാണ്. ദൈവത്തെ പരീക്ഷിക്കാൻ നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ തീരുമാനങ്ങളെ കെട്ടിയിടാൻ നോക്കരുത്. തലമുറകൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്നു പറഞ്ഞ് തനിക്ക് സ്വന്തമായ ഒരു പദ്ധതിയുണ്ടെന്ന് അവർ പ്രഖ്യാപിച്ചു. പക്ഷേ ആ പദ്ധതി എന്താണെന്ന് ആരോടും പറഞ്ഞില്ല. അതിനുശേഷം യൂദിത്ത് ചെയ്തതെന്താണെന്ന് വെച്ചാൽ, അവർ ദൈവത്തോടെ ശക്തിക്കായി പ്രാർത്ഥിച്ചു. തന്റെ വൈധവ്യത്തിന്റെ അടയാളമായ വസ്ത്രങ്ങൾ മാറ്റി കാണുന്ന പുരുഷന്മാരുടെയെല്ലാം ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിൽ മനോഹരമായി അണിഞ്ഞൊരുങ്ങി. ഇതൊരു വലിയ മാറ്റമായിരുന്നു. തന്റെ സൗന്ദര്യത്തെ ഒരു ആയുധമാക്കാൻ അവർ തീരുമാനിച്ചുറപ്പിക്കുകയായിരുന്നു. അങ്ങനെ അണിഞ്ഞൊരുങ്ങി യൂദിത്ത് ഒറ്റയ്ക്ക് ബെത്തൂലിയ നഗരത്തിൽ നിന്ന് ഇറങ്ങി നേരെ നടന്നത് ശത്രുക്കളുടെ പാളയത്തിലേക്കാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സ്വാഭാവികമായും പട്ടാളക്കാർ അവളെ പിടികൂടി അവരുടെ സൈന്യാധിപനായ ഹോളോഫർണസിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ ഹോളോഫർണസിനോട് യൂദിത്ത് വളരെ സമർത്ഥമായൊരു നുണ പറഞ്ഞു. ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ചില സത്യങ്ങൾ പറയാനാണ്. എന്റെ ജനങ്ങൾ ഒരു വലിയ പാപം ചെയ്യാൻ പോവുകയാണ്. അത് സംഭവിക്കുമ്പോൾ ദൈവം അവരെ കൈവിടും. അപ്പോൾ ഒരു തുള്ളി രക്തം ചിന്താതെ നിങ്ങൾക്ക് ആ നഗരം പിടിച്ചെടുക്കാം. അതിന് നിങ്ങളെ സഹായിക്കാനാണ് ദൈവം എന്നെ ഇങ്ങോട്ടയച്ചത്. ഇതായിരുന്നു യൂദിത്തിന്റെ വാക്കുകൾ. ഇത് കേട്ട ഹോളോഫർണസ് അക്ഷരാർത്ഥത്തിൽ വീണുപോയി. ഇത്രയും സൗന്ദര്യവും ഇത്രയും ബുദ്ധിയുമുള്ള ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ അവളെ അഭിനന്ദിച്ചു. യൂദിത്തിന്റെ വാക്കുകളിലും സൗന്ദര്യത്തിലും മയങ്ങിയ അയാൾ അവളെ ഒരു ശത്രുവായിട്ടല്ല, മറിച്ചൊരു വിശിഷ്ട അതിഥിയായിട്ടാണ് തന്റെ പാളയത്തിൽ സ്വീകരിച്ചത്. അടുത്ത 3 ദിവസം യൂദിത്ത് ആ പാളയത്തിൽ തന്നെ കഴിഞ്ഞു. എല്ലാ ദിവസവും രാത്രിയിൽ പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് പാളയത്തിന് പുറത്തുപോയി വരുന്നത് ഒരു ശീലമാക്കി. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആർക്കും സംശയം തോന്നാതെ അവസരം വരുമ്പോൾ രക്ഷപ്പെടാനായിരുന്നു. അങ്ങനെയിരിക്കെ 4-ാമത്തെ ദിവസം ഹോളോഫർണസ് യൂദിത്തിനു വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കി.
ആ വിരുന്നിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം യൂദത്തിനെ വശീകരിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് ഹോളോഫർനസ് ജീവിതത്തിൽ കുടിച്ചിട്ടില്ലാത്ത അത്രയും വീഞ്ഞ് അന്ന് കുടിച്ചു. അവസാനം എല്ലാ വേലക്കാരെയും പറഞ്ഞയച്ച ശേഷം അയാൾ കട്ടിലിൽ മദ്യപിച്ച് ബോധമില്ലാതെ വീണു. യൂദിത്ത് അവനോടൊപ്പം തനിച്ചായി. അവൾ ശക്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് കട്ടിലിന്റെ തലയ്ക്കൽ തൂക്കിയിട്ടിരുന്ന ഹോളോഫർനസിന്റെ തന്നെ വാൾ അവൾ കയ്യിലെടുത്തു. അയാളുടെ മുടിയിൽ പിടിച്ചു വലിച്ച് കഴുത്തിൽ ആ വാളുകൊണ്ട് 2 തവണ ആഞ്ഞുവെട്ടി. അതെ, അവൾ ആ തല അറുത്തെടുത്തു. എന്നിട്ട് ആ തല തന്റെ ഭക്ഷണസഞ്ചിയിലിട്ട് കൂടെയുണ്ടായിരുന്ന ദാസിയോടൊപ്പം ഒന്നും സംഭവിക്കാത്തതുപോലെ പുറത്തേക്കിറങ്ങി. പതിവ് പോലെ രാത്രി പ്രാർത്ഥനയ്ക്ക് പോവുകയാണെന്ന് കരുതി കാവൽക്കാർ അവരെ തടഞ്ഞതുമില്ല. അങ്ങനെ യൂദത്ത് നേരെ ബെഥൂലിയയിലേക്ക് മടങ്ങിയെത്തി. ഒരു നഗരം മുഴുവൻ കാത്തിരിക്കുകയാണ്. തന്റെ ദൗത്യം വിജയിച്ചതിന്റെ ഭീകരമായ ആ തെളിവ് അവൾ ജനങ്ങൾക്കു മുന്നിൽ വെച്ചു. ഇതാ നോക്കൂ, സൈന്യാധിപനായ ഹോളോഫർണസിന്റെ തല. കർത്താവ് ഒരു സ്ത്രീയുടെ കൈകളിലൂടെ അവനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. യൂദിത്തിന്റെ ഈ വാക്കുകൾ കേട്ടതും അതുവരെ നിരാശയിലായിരുന്ന ആ നഗരം മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു. അവിടെ നിന്നും കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് സംഭവിച്ചത്. പുലർച്ചെ തന്നെ ഹോളോഫർണസിന്റെ തല അവർ കോട്ടയുടെ മതിലിൽ തൂക്കിയിട്ടു. എന്നിട്ട് ഇസ്രായേലിയർ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതുപോലെ അഭിനയിച്ചു. ഇതറിഞ്ഞ് തങ്ങളുടെ സൈന്യാധിപനെ വിളിച്ചുണർത്താൻ പോയ അസീറിയൻ സൈനികൾ കാണുന്നത് തലയില്ലാത്ത ജഡമാണ്. നേതാവില്ലാതായതോടെ ആ വലിയ സൈന്യത്തിലാകെ പരിഭ്രാന്തിയായി. അവർ ജീവനും കൊണ്ടോടി. പിന്നാലെ ചെന്ന് ഇസ്രായേലിയർ അവരെ എളുപ്പത്തിൽ കീഴടക്കി. യൂദിത്തിന്റെ പദ്ധതി അക്ഷരാർത്ഥത്തിൽ വിജയിച്ചു. അങ്ങനെ യൂദിത്ത് ഇസ്രയേലിന്റെ അഭിമാനമായി മാറി. തന്റെ 105-ാം വയസ്സിൽ മരിക്കുന്നതുവരെ എല്ലാവരും അവരെ ബഹുമാനിച്ചു. ധൈര്യവും ബുദ്ധിയുമുണ്ടെങ്കിൽ ഏതു വലിയ ശക്തിയെയും പരാജയപ്പെടുത്താം എന്നതിന്റെ പ്രതീകമായി അവൾ മാറി. യൂദിത്ത് ജീവിച്ചിരുന്ന കാലത്തും അതിനുശേഷവും ആ ദേശത്ത് സമാധാനം നിലനിന്നു. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ചു പോകും. എന്തായിരിക്കും ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റാൻ ഒരൊറ്റയാൾക്ക് ധൈര്യം നൽകുന്നത്? അത് അടിയുറച്ച വിശ്വാസമാണോ? അതോ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന തിരിച്ചറിവാണോ? അല്ലെങ്കിൽ ഇതെല്ലാത്തിനുമപ്പുറം എല്ലാം പണയപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്നാണോ ധീരത എന്നത്?